കാരണം എനിക്കറിയാം സുധാകരൻ്റെ മനസ്സിൽ ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ താൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അവഹേളിക്കാനോ മോശമാക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ സത്യത്തിൽ കേരളം വേദനിച്ച ഒരു പരാമർശമാണ് നടത്തിയത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. താമരശ്ശേരി ബിഷപ്പിനോട് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന ഗോപാലകൃഷ്ണനോട് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രൻ, സ്വന്തം VS-ന്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രൻ പിന്നീട് മുന്നണി മാറി ഇപ്പുറത്ത് വന്നപ്പോൾ കൊല്ലത്ത് വെച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ പദപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന പദപ്രയോഗങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ശ്രീ G. സുധാകരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ ഡിക്ഷണറി പരതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. ഇന്നലെ AK ബാലൻ്റെ പ്രസ്താവന കണ്ടത് ചെറ്റത്തരവും ചെറ്റയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിജയരാഘവൻ പറയുന്നത് കേട്ടോ തോന്നും വളരെ ചാരുതയുള്ളൊരു പ്രയോഗമാണ്, വളരെ ചാരുതയുള്ളൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം. ഇതാണ് നിങ്ങൾക്ക് G. സുധാകരനോടുള്ള പ്രശ്നവും. ഇത്തരം വാചകം മുഖ്യമന്ത്രി എന്ന് വരുമ്പോൾ അത് മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു നേതാവും ഇന്ന് CPM-ലില്ല. സുധാകരൻ പലപ്പോഴും ആർജവത്തോടെ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. അതാണ് നിങ്ങൾക്ക് സുധാകരനോടുള്ള പ്രശ്നം. അമ്പലപ്പുഴയിലെ ജനങ്ങളോട് ഞാൻ വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. സ്നേഹം കൊണ്ട് ചൊരിയുന്നവരാണ്. G. സുധാകരൻ മന്ത്രിയായി MLA ആയി ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വികസന കയ്യൊപ്പുകൾ ചാർത്തിയിട്ടുള്ള ഒരു നേതാവായി, പൊതുജീവിതത്തിൽ സംശുദ്ധി പുലർത്താൻ പരമാവധി പരിശ്രമിച്ച നേതാവായി, രാഷ്ട്രീയ രംഗത്ത് വെട്ടിത്തുറന്ന് അഭിപ്രായം പറയാൻ ധൈര്യം കാണിക്കുന്ന നേതാവായി ഉള്ള G. സുധാകരനെ, ആ G. സുധാകരനെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം അമ്പലപ്പുഴയിലെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏപ്രിൽ 9-ാം തീയതി മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളെയും മാറ്റിയെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ പുച്ഛത്തോടെ തള്ളിക്കളയും എന്നുള്ള കാര്യം സംശയമില്ല. അതായി ഇപ്പോൾ ഈ CPM-ൽ ഞാൻ കഴിഞ്ഞ 2 ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നമ്മുടെ NDTV-ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. NDTV കൊടുത്ത ഇൻ്റർവ്യൂവിൽ മലയാളത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ NDTV-ൽ കൊടുത്ത സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് അറ്റാക്ക് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടായിരുന്നു. നമുക്കറിയാം ഈ നാട്ടിൽ വിദ്വേഷം വിളമ്പാൻ ശ്രമിക്കുന്ന ശക്തികളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അവർക്കെതിരായിട്ടുള്ള ധീരമായ പോരാട്ടം നടത്തുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട കേട്ടോ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ED-യെ ഭയപ്പെടുന്ന, കുറഞ്ഞ സമയത്ത് ഇലക്ഷൻ നടക്കുന്നത്, അത് തന്നെ ഒരു ഡിസൈനാണ് അവരുടെ. പക്ഷേ എത്ര കുറഞ്ഞ ദിവസമായാലും, ഇനി ദിവസമേ ഇല്ലെങ്കിലും അമ്പലപ്പുഴയിൽ G. സുധാകരൻ മഹാഭൂരിപക്ഷത്തോടെ വിജയിച്ച് MLA ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ UDF ഭരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട
പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. ബൂത്തുകളിൽ വീടുകളിൽ കയറണം, നുണപ്രചരണങ്ങളുമായി പറയും, കെട്ടുകഥകളുമായി അവർ വരും, എല്ലാ കള്ളപ്രചരണങ്ങളും അഴിച്ചുവിടും. നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കണമോ അതൊക്കെ അവർ ഉപയോഗിക്കും. ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരും. ആശയം മാറ്റി വെച്ചിട്ട് അവരുടെ പാപ്പരത്വം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുമായിട്ട് വരും. അപ്പോൾ പ്രദേശത്തിൻ്റെ സ്വഭാവം നോക്കിയിട്ട് അവർ വരും. പ്രിയപ്പെട്ട UDF-ന്റെ പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്കറിയാം ഇവിടെ പല സമയത്തും തെരഞ്ഞെടുപ്പുകളിൽ കഷ്ടപ്പെട്ട് അഹോരാത്രം പാടുപെട്ട് നിന്നിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ പലപ്പോഴും മർദ്ദനങ്ങൾ പോലും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചുവോ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും തയ്യാറല്ലേ? ഇത് റിക്കാർഡ് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഉറക്കമില്ല. രാപ്പകൽ അധ്വാനിച്ച് കേരളത്തിന്റെ ജനാധിപത്യം മാറ്റിയെഴുതുന്ന, രാഷ്ട്രീയത്തിന് ചിത്രം മാറ്റിയെഴുതുന്ന, കേരള രാഷ്ട്രീയത്തിന് ചിത്രം മാറ്റിയെഴുതുന്ന നിർണായകമായ നാഴികക്കല്ലാണ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ്. കേവലം അമ്പലപ്പുഴയിലെ MLA മാത്രമല്ല, നിങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് കേരള രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. അതിനൊരുങ്ങുക, തയ്യാറാവുക. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും. ഈ കൺവെൻഷൻ ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വിനീഷ് തോട്ടപ്പള്ളി.